ഈ വിവാദത്തിലേക്ക് കാരണമായ പ്രസംഗത്തിൻ്റെക്കുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് നമുക്കിനി പോകാനുള്ളത്. CPM-ലെ സ്ത്രീകളെ അധിക്ഷേപിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ വിമർശനം ശക്തമാകുന്നു. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമാണ് സുരേന്ദ്രനെ ശക്തമായ വിമർശിച്ച് രംഗത്തെത്തിയത്. CPM നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ലെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിലെ വനിതാ നേതാക്കന്മാരെല്ലാം തടിച്ചു കൊഴുത്തു. നല്ല കാശടിച്ചു മാറ്റി താടിച്ച് കൊഴുത്ത് അങ്ങനെ പൂതനകളായ അവര് കേരളത്തിലെ സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ അവരെ പരോക്ഷമായി പരിഹസിച്ച വേദിയിൽ തന്നെയായിരുന്നു CPM-ലെ സ്ത്രീകൾക്കെതിരെയുള്ള കെ സുരേന്ദ്രന്റെ മോശം പരാമർശങ്ങളും. KPCC അധ്യക്ഷൻ കെ സുധാകരനാണ് BJP നേതാവിനെതിരെ രൂക്ഷ വിമർശനവുമായി ആദ്യം രംഗത്തെത്തിയത്. പിന്നാലെ പ്രതിപക്ഷ നേതാവും. ഇരു നേതാക്കളും CPM-ന്റെ ഇക്കാര്യത്തിലെ മൗനത്തെയും ചോദ്യം ചെയ്യുന്നു. കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത തരത്തിലെ സ്ത്രീകളോടുള്ള അധിക്ഷേപമാണ്, പൂർണ്ണമായ അധിക്ഷേപമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു CPM നേതാവും അതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. CPM അനുകൂല സാമൂഹിക മാധ്യമ പ്രൊഫൈലുകളിൽ സുരേന്ദ്രനെതിരെ ഇന്നലെ തന്നെ വിമർശന പോസ്റ്റുകൾ നിറഞ്ഞു. എന്നാൽ നേതാക്കളാരും പ്രതികരിച്ചിരുന്നില്ല. ഇന്ന് ആദ്യ പ്രതികരണമുണ്ടായത് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ അധ്യക്ഷയുമായ PK ശ്രീമതിയിൽ നിന്നാണ്. അതും ഫേസ്ബുക്കിലെ പരോക്ഷ വിമർശനത്തിൽ ഒതുങ്ങി. എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ CPM-ന് മൗനം എന്ന ചോദ്യത്തിന് ഇതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മുഹമ്മദ് റിയാസിന്റെ മറുപടി. അത് ഓരോരുത്തരുടെ സംസ്കാരവും നിലവാരവുമാണ് അതുമായി ബന്ധപ്പെട്ട നമ്മൾ കാണേണ്ടത്. അത് ആ പ്രസ്ഥാനത്തിന്റെ നിലവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റോ സംസ്ഥാന സെക്രട്ടറിയോ ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. സുരേന്ദ്രനെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും അത്തരം നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.